ഇവരൊക്കെ ആരാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? വല്യമ്മ, ശങ്കരമാവൻ, വേണുട്ടൻ. അതാരാണെന്ന് മനസ്സിലായോ? ഇരവി അങ്കിൾ. വർമാങ്കളും ആൽഫൊക്കെ ഇപ്പൊ വരും. ഓടിക്കോ മോനെ, ഓടിക്കോ. അവളെല്ലാം തത്ത പറയണ പോലെ പറയണു. മോളെ കണ്ടില്ലേ? എനിക്കറിയാം, എക്സൈറ്റ്മെന്റ് കൊണ്ട് അവളെ കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്റെയും പ്രശ്നം അത് തന്നെയാ. വന്നാട്ടെ വന്നാട്ടെ. എന്റെ ഈശ്വര, കുളിച്ചോണ്ട് നിൽക്കുമ്പോഴാ ഞാൻ വിവരം അറിഞ്ഞത്. കുളി തുടരണോ നിർത്തണോ എന്താ വേണ്ടെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥ. ശബ്ദത്തിന്റെ ഉച്ചസ്ഥായി മൗനം എന്ന് പറഞ്ഞതുപോലെ സന്തോഷത്തിന്റെ പാരമ്യത്തിൽ കണ്ണീര് വരും. ചിലപ്പോ ഹൃദയസ്തംഭനം വരെ ഉണ്ടാവാം. എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. അല്ല, നമ്മുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. എന്തോരം നേർച്ചകളാണ് നടന്നത്. മതി, അച്ഛനത് മതി. കുറുപ്പേ, എന്തോ ഇന്ന് തന്നെ ചന്ദ്രയുടെ ആൽഫയുടെ പേരിൽ എല്ലാ ക്ഷേത്രങ്ങളിലും വഴിപാട് നടത്തണം. ഇപ്പൊ കാലുകൾക്ക് മാത്രമേ തളർച്ചയുള്ളൂ. അതർവൈസ് ഷീ ഈസ് ഫൈൻ. ഇത് നോക്കിയേ, ആരാന്ന്? ആരാ? ആൽഫി. ഇനി നമുക്കെല്ലാവർക്കും പുറത്തേക്കൊന്ന് ഇറങ്ങിക്കൊടുക്കാം. ഒരു 5 മിനിറ്റ് ആൽഫിക്കും ചന്ദ്രയ്ക്കും മാത്രമായിട്ട്. ഓഫ് കോഴ്സ്. പാടോ. എന്തിനാ എന്നെ രക്ഷിച്ച്? എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കട്ടിട്ട് കടന്നു കളയാൻ വേണ്ടിയൊന്നുമല്ല, അച്ഛനെ രക്ഷിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്തു പോയതാണ്. എനിക്ക് എല്ലാറ്റിനും എനിക്ക് മാപ്പ് തരണം. ആരോടൊന്നും പറയണ്ട. അപ്പു പോയി ആ പണം അയക്കൂ. മറക്കില്ല, ഞാൻ മരണം വരെ ഞാൻ മറക്കില്ല.